വാസുകി ടോക്സ് ലൈവ് സ്ട്രീമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? ഒന്നുകൂടി എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിചാരിക്കുന്നു. ഒരു പ്രതിജ്ഞ, ആദ്യം ഒരു ശാപം, ഒരു പ്രതിജ്ഞ, പിന്നെ ഒരു ശരശയ്യ. ആരാണ് അദ്ദേഹം? എങ്ങനെ അദ്ദേഹം അവസാന നാളുകളിൽ ശരശയ്യയിലെത്തി? എന്ത് ശാപത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഒരു ജീവിതം മുഴുവനും പല ദുർഘടങ്ങളായ അനുഭവങ്ങളും നേരിട്ടത്? ആ സമയത്തെല്ലാം നീതിയും ധർമ്മവും സത്യവും അദ്ദേഹം മുറുക്കെ പിടിച്ചു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ നമ്മൾക്ക് വിലമതിക്കാനാകാത്ത ഒരു അമൂല്യ നിധിയും അദ്ദേഹം നമുക്ക് തന്നിട്ടാണ് നമ്മളോട് വിട പറഞ്ഞത്. ആരാണ് അദ്ദേഹം? കഥ ബ്രഹ്മലോകത്തിൽ നിന്നും ആരംഭിക്കുന്നു. ഇക്ഷ്വാകു വംശത്തിലെ പ്രഗത്ഭനായ ഒരു രാജാവാണ് മഹാബിഷൻ. 1000 അശ്വമേധ യാഗങ്ങളും 100 രാജസൂയ യജ്ഞങ്ങളും നടത്തിയ അദ്ദേഹം പിന്നീട് ബ്രഹ്മലോകം പ്രാപിക്കുകയും ദേവന്മാർ അവിടെ ബ്രഹ്മാവിന്റെ അടുത്ത് പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഒത്തുകൂടുമ്പോൾ ആ സഭയിൽ ഈ മഹാബിഷനും ക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സഭയിൽ ഒത്തുകൂടിയ വേളയിൽ ഗംഗ, പുണ്യ പവിത്ര നദിയായ ഗംഗയും ചന്ദ്രന്റെ വെണ്മ തോൽക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് പവിത്രമായ ഗംഗയും ആ സഭയിൽ എത്തിയിരുന്നു. ഗംഗയുടെ അഭൗമമായ ഭംഗി കണ്ട് മഹാബിഷൻ വല്ലാതെ വിസ്മയിച്ച് ഗംഗയെ തന്നെ നോക്കി. ആ ക്ഷണം അവിടെ ഒരു കാറ്റടിക്കുകയും അങ്ങനെ ഗംഗയുടെ വസ്ത്രം ആ കാറ്റിൽ കുറച്ച് സ്ഥാനം മാറിപ്പോവുകയും ചെയ്തു. ഇത് കണ്ട് മറ്റു ദേവന്മാർ തലകുനിഞ്ഞിരുന്നപ്പോൾ മഹാബിഷൻ കണ്ണിമയ്ക്കാതെ ഗംഗയെ തന്നെ നോക്കിയിരിക്കുകയും ആ നോട്ടം ഗംഗ ചെറിയ രീതിയിൽ ഒന്ന് ആസ്വദിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്റെ മുമ്പിൽ താൻ ഇരിക്കുമ്പോഴാണ് നടക്കുന്നതെന്ന് ബ്രഹ്മദേവൻ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ തന്റെ മുമ്പിൽ ഒരു ബ്രഹ്മലോകത്ത് വന്നിട്ട് ഇത്രയധികം ധർമ്മിഷ്ഠനും ഇത്രയേറെ രാജസൂയ അശ്വമേധങ്ങൾ നടത്തിയ നീതിമാനായ രാജാവിന് ഇന്ദ്രിയ നിയന്ത്രണം ഇവിടെ ഇല്ലെങ്കിൽ ഒന്നുകൂടി ഭൂമിയിൽ പോയി ജനിക്കുവാൻ പറയുകയും അങ്ങനെ അവിടെ വെച്ച് ഗംഗയെയും ജനിക്കുവാൻ പറയുന്നു. ഗംഗയെയും ഭൂമിയിൽ പോവാൻ പറയുന്നു. ആ സമയം അങ്ങനെ ഈ മഹാബിഷൻ ഭൂമിയിൽ ജനിക്കുകയും അങ്ങനെ ഗംഗയും അവിടെ എത്തുകയും ഒരു ഘട്ടത്തിൽ ഗംഗയ്ക്ക് അവിടെ ശാപമോക്ഷം ലഭിക്കുമെന്നും പറയുന്നു. അതേ സമയം ബ്രഹ്മലോകത്ത് ഇത് നടന്നപ്പോൾ ബ്രഹ്മാണ്ടത്തിന്റെ വേറൊരു ഭാഗത്തിൽ അഷ്ടവസുക്കൾ ആകാശമാർഗം യാത്ര ചെയ്യുകയായിരുന്നു. ഈ അഷ്ടവസുക്കൾ എന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുക എന്ന് വെച്ചാൽ ആഭം, അതായത് ജലം, പിന്നെ ധ്രുവ നക്ഷത്രം, ചന്ദ്രൻ, ഭൂമി, വായു, അഗ്നി, പ്രഭാതകാലം അതിന് പ്രത്യുഷ എന്ന് പറയും. പ്രത്യുഷ, പിന്നെ ആകാശം അതിന് ദ്യു അല്ലെങ്കിൽ പ്രഭാസ എന്ന് പറയും. ഇവരാണ് അഷ്ടവസുക്കൾ. അവർ ആകാശമാർഗം യാത്ര ചെയ്യുമ്പോൾ ഒപ്പം ഇതിൽ അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യു അല്ലെങ്കിൽ പ്രഭാസൻ അദ്ദേഹത്തിന്റെ പത്നിയും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ അവർ താഴെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം കാണുകയും അവിടെ വിശിഷ്ടമായ ഒരു പശു നിൽക്കുന്നതും കണ്ടു. ഈ പശു ആരാണെന്ന് വെച്ചാൽ ദക്ഷ പ്രജാപതിയുടെ മകളായ സുരഭിക്ക് കശ്യപ മഹർഷിയിൽ ജനിച്ച നന്ദിനി എന്ന പശുവായിരുന്നു വസിഷ്ഠ മഹർഷിയുടെ പർണശാലയിൽ നിന്നിരുന്നത്.
അവളുടെ കിടാവുമൊത്താണ് അവൾ അവിടെ നിന്നിരുന്നത്. ദിവ്യമായ പശുവായതുകൊണ്ട് അവളുടെ പാൽ സ്വമേധയാ തന്നെ മധുരമുള്ളതായിരുന്നത്രേ. ആ പാൽ കുടിച്ചു കഴിഞ്ഞാൽ അനേക വർഷം യുവത്വം നിലനിർത്തിയും പോകാമായിരുന്നത്രേ. അങ്ങനെ ആ ഗോവിന്റെ പാൽ ഉപയോഗിച്ചാണ് ആ പർണശാലയിലെ യാഗയജ്ഞങ്ങൾക്കുള്ള തൈരും പാൽ ഉൽപ്പന്നങ്ങളായ നെയ്യും മറ്റും അദ്ദേഹം നിർമ്മിച്ചിരുന്നത്. ഈ പശുവിന്റെ വർണ്ണന പ്രഭാസ പറഞ്ഞപ്പോൾ ആ ഗോവിനെ തനിക്ക് വേണമെന്ന് പത്നി ദ്യുവോട് വാശി പിടിച്ചു. അങ്ങനെ പത്നിയുടെ വാക്കുകൾ മാനിച്ച് ദ്യു മറ്റ് 7 വസുക്കളോടും അവിടെ പോയി പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുവരുവാൻ പദ്ധതിയിട്ടു. അവൾക്കാണെങ്കിൽ ആ പർണശാലയും പരിസരവും മാത്രമേ പരിചയമുള്ളൂ. പെട്ടെന്ന് 8 പേർ തന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ അവൾ വല്ലാതെ ഭയന്നുപോയി. അങ്ങനെ വല്ലാതെ ക്രൂരമായി അവളെ ബലമായി കൊമ്പുകളിൽ പിടിച്ച് അവളെയും നന്ദിനിയെയും അവളുടെ കിടാവിനെയും ഈ വസുക്കൾ കൊണ്ടുപോയി. നിലവിളിച്ചവൾ കരഞ്ഞെങ്കിലും അതൊന്നും ആരും ചെവി കൊണ്ടില്ല. അങ്ങനെ സന്ധ്യ ആവാറായപ്പോൾ വസിഷ്ഠ മഹർഷി ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി മകളെ എന്ന് വിളിച്ച് അവിടെ പോയപ്പോൾ തന്റെ പുത്രിയായിട്ടാണ് അദ്ദേഹം ആ ഗോവിനെയും കിടാവിനെയും നോക്കിയിരുന്നത്. അവിടെ അവളെ കാണാനില്ല. സന്ധ്യ മയങ്ങി വരുന്നു. അദ്ദേഹം അടുത്തെല്ലാം അന്വേഷിച്ചെങ്കിലും എവിടെയും ആ പശുവിനെ കണ്ടില്ല. അവസാനം ദിവ്യ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ പുത്രിക്ക് സമാനമായ ആ ദിവ്യമായ ഗോവിനെ അഷ്ടവസുക്കൾ ബലമായി പിടിച്ചു കൊണ്ടുപോയെന്ന്. ഉടനെ തന്നെ അദ്ദേഹം ആ ദേഷ്യത്തിൽ ഒരു ശാപം കൊടുക്കുകയും ഉടനടി തന്റെ മുമ്പിൽ വരുവാൻ പറഞ്ഞു. അങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ മുമ്പിൽ എത്തിയ അവർ താണു വീണ് അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണ് മാപ്പ് പറഞ്ഞെങ്കിലും അദ്ദേഹം അനാവശ്യമായി ഒരു പശുവിനെ ദ്രോഹിച്ചതിന് അവരെ ശപിച്ചു. നിങ്ങൾ 7 പേരും ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുകയും നിങ്ങൾ ഇത് ദ്യു അല്ലെങ്കിൽ പ്രഭാസ എന്ന് പറയുന്ന അഷ്ടവസുവിന്റെ വാക്കുകൾക്ക് വഴങ്ങിയാണ് ഈ പ്രവൃത്തി ചെയ്തത്. പക്ഷെ നിങ്ങൾ സ്വമേധയാ ചെയ്തതല്ല. അതുകൊണ്ട് നിങ്ങൾ 7 പേരും ജനിച്ച മാത്രയിൽ തന്നെ നിങ്ങൾക്ക് മോചനം ലഭിച്ച് വസുക്കളായി തിരിച്ചു വരും. പക്ഷെ അവളെ ബലമായി അവളുടെ കൊമ്പുകളിൽ പിടിച്ച് കൊണ്ടുപോയത് ദ്യുവസുവാണ്. അവൻ ഭൂമിയിൽ ജനിക്കുകയും അവൻ നീതിമാൻ, ധർമ്മിഷ്ഠൻ, സത്യവാനായിരിക്കുമെങ്കിലും ഒരു ദാമ്പത്യ ജീവിതമോ സന്താന പരമ്പരയോ അവന് ഉണ്ടാവില്ല. ഏറ്റവും ദുർഘടമായ ഒരു ജന്മത്തിനൊടുവിൽ അവൻ ശരശയ്യയിൽ അനേക ദിവസം കിടക്കുകയും അങ്ങനെ അവന് ശാപമോക്ഷം കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ശാപം ഏറ്റുവാങ്ങുകയല്ലാതെ പ്രഭാസയ്ക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ശാപവാക്കുകൾ കേട്ട് ആ ശാപം വാങ്ങി അവർ തിരിച്ചു വരുന്ന വഴിയിൽ ഗംഗയെ കാണുകയും എന്താണ് അവരുടെ മുഖത്ത് ഒരു തേജസ് ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ നടന്നതെല്ലാം അവർ പറയുകയും അങ്ങനെ ഗംഗ പറഞ്ഞു, പേടിക്കണ്ട, എനിക്കും ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഭൂമിയിൽ പോകുമ്പോൾ എൻ്റെ മക്കളായി നിങ്ങൾ ജനിക്കുകയും ഈ പറഞ്ഞ 7 പേർക്കും ഞാൻ നിങ്ങളെ ജന്മം തരുന്ന ആ സമയത്ത് തന്നെ വെള്ളത്തിൽ എറിഞ്ഞു കൊന്നുകൊള്ളാം. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ശാപമോക്ഷം തരാം. അങ്ങനെ ഗംഗ അതിനുശേഷം പ്രദീപൻ എന്നു പേരുള്ള ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ പോയി അദ്ദേഹത്തെ മോഹിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ മടിയിൽ കയറി ഇരിക്കുകയും ചെയ്തു. കണ്ണു തുറന്ന് തന്റെ ധ്യാനത്തിലായിരുന്ന മഹർഷി അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ഗംഗ തന്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ തപസ് നീ മുടക്കരുത്. ഞാൻ നിന്നിൽ മോഹിതനാവുകയില്ല. നീ വന്ന സമയവും ശരിയല്ല, നീ ഇരുന്ന രീതിയും ശരിയല്ല. ഒരു പുരുഷന്റെ വലത്തെ തുട അവന്റെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം വേണ്ടിയിട്ടുള്ളതാണ്, കുട്ടികൾക്കുള്ളതായിട്ടാണ് ഒരു പുരുഷന്റെ വലതേ തുട. ഒരു പുരുഷന്റെ ഇടത്തെ തുട അവന്റെ ഭാര്യയ്ക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഗംഗ ഇരുന്നത് ഈ മഹർഷിയുടെ വലത്തെ തുടയിലാണ്. അങ്ങനെ ഒരു പിതാവ് പുത്രി ബന്ധം എന്നെന്നും അവളെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ലെന്നും കുറച്ചു നാൾക്കു ശേഷം തനിക്കൊരു പുത്രൻ ഉണ്ടാവുമെന്നും ആ പുത്രന്റെ വധുവായി താന്റെ കുലവധുവായി വരുമെന്നും അനുഗ്രഹിച്ച് അവളെ അവളുടെ വാസസ്ഥലത്തേക്ക് തന്നെ പോകുവാൻ പറഞ്ഞു. ഒരു സത്പുത്ര ലബ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രദീപ മഹർഷി ആ സമയം അവിടെ വന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നത്.
മനസ്സും ഇന്ദ്രിയങ്ങളും ശാന്തമാക്കി അദ്ദേഹം തപസ് അനുഷ്ഠിക്കുകയും അങ്ങനെ ആ തപസ്സിലൂടെ അദ്ദേഹത്തിനൊരു പുത്രനെ ലഭിക്കുകയും ചെയ്തു. ആത്മനിയന്ത്രണം, മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, അങ്ങനെ ഏറ്റവും അദ്ദേഹത്തിന്റെ ശാന്തമായ അവസ്ഥയിൽ ഒരു പുത്രൻ ജനിച്ചത് കൊണ്ട് അദ്ദേഹം ആ പുത്രന് ശാന്തനു എന്ന പേര് വെച്ചു. അങ്ങനെ ആ മകൻ വളർന്നു സകല ആയുധ ശസ്ത്ര വിദ്യകളും വേദം എല്ലാം അദ്ദേഹം മകനെ പഠിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ഇനിയും പ്രായമായപ്പോൾ പത്നിയെയും കൂട്ടി വാനപ്രസ്ഥത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ശന്തനുവിനെ അവിടത്തെ രാജാവായി വാഴിക്കുകയും അദ്ദേഹം മകനെ വിളിച്ച് ഒരു സ്വകാര്യം പറഞ്ഞു. ഗംഗ വന്നതും ഗംഗ ഈ കുലത്തിന്റെ വധുവായി വരുമെന്നും ഗംഗ തന്നോട് ചില ഉപാധികൾ തന്റെ പുത്രനായ ശന്തനുവോട് അവർ കണ്ടുമുട്ടുമ്പോൾ ചില ഉപാധികൾ വെക്കുമെന്നും ഒരു ഉപാധിക്കും എന്താണെന്ന് ചോദിക്കാതെ അവളെ സ്വീകരിക്കണമെന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞ വാക്കുകൾക്ക് എല്ലാം ശന്തനു സമ്മതിക്കുകയും അങ്ങനെ പ്രദീപ മഹാരാജാവും പത്നിയും വാനപ്രസ്ഥത്തേക്ക് പുറപ്പെട്ടു. കാലം കുറെ കഴിയുകയും ഒരു ദിവസം ശന്തനു മഹാരാജാവ് വേട്ടയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു നദി കാണുകയും അവിടെ ചന്ദ്രന്റെ വെണ്മ പോലും തോറ്റുപോകുന്ന രീതിയിൽ അഭൗമ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുകയും അവളെ മുത്താഭരണങ്ങളാണ് അവൾ ധരിച്ചിരുന്നത്. അങ്ങനെ അവൾ അദ്ദേഹം ആ സ്ത്രീയുടെ അടുത്ത് പോവുകയും അവർ ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ത്രീയുടെ അഭൗമ സൗന്ദര്യത്തിൽ താൻ വല്ലാതെ ആകൃഷ്ടനായെന്നും ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ നീ ഏത് കുലത്തിലാണ് ജനിച്ചത്, നിന്റെ പേരെന്താണ്, നിന്റെ മാതാപിതാക്കൾ ആരാണ്, ഇതൊന്നും തന്നെ എനിക്ക് അറിയണ്ട. എന്റെ കുലവധുവായി എന്റെ സഹധർമ്മിണിയായി നീ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനവൾ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അങ്ങനെ അനേക വർഷം അവർ വളരെ സന്തോഷത്തോടെയും സകല സുഖ സമൃദ്ധിയോടെയും ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം അവർക്ക് ആദ്യത്തെ കുഞ്ഞു പിറന്നു. ആ കുഞ്ഞു ജനിച്ച മാത്രയിൽ തന്നെ ഗംഗ അതിനെ കുളത്തിൽ ഒഴുക്കിക്കളഞ്ഞു. കല്യാണത്തിന് മുന്നേ അവൾ ഒരു ഉപാധി വെച്ചിരുന്നു. ഞാൻ അങ്ങയുടെ പത്നിയായി വരാം, അതിന് എനിക്കൊരു ഉപാധിയുണ്ട്. ഞാൻ അങ്ങയുടെ ജീവിതത്തിൽ വന്നതിനു ശേഷം ഞാൻ എന്തു ചെയ്താലും അങ്ങ് അതിനെ ചോദ്യം ചെയ്യരുത്. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തികൾ കണ്ട് അങ്ങ് എന്നെ ചോദ്യം ചെയ്താൽ ആ നിമിഷം തന്നെ ഞാൻ അങ്ങയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോകും. ഇതിന് അദ്ദേഹം സമ്മതിക്കുകയും സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കാലത്തിന്റെ ഒഴുക്കിൽ ഒന്നല്ല അവർക്ക് 7 കുഞ്ഞുങ്ങൾ പിറക്കുകയും ഓരോ കുഞ്ഞും പിറക്കുന്ന ആ മാത്രയിൽ തന്നെ ഗംഗ ആ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കി കൊല്ലുമായിരുന്നു. അങ്ങനെ 8ാമത്തെ കുഞ്ഞും അതിസുന്ദരനും ദിവ്യ തേജസ്സുമുള്ള ഒരു ശിശുവായിരുന്നു. ഈ കുഞ്ഞിനെയും ഗംഗ പുഴയിൽ ഒഴുക്കി കളയാൻ കൊണ്ടുപോകുന്ന സമയത്ത് ശന്തനുവിന് ഇനി മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ശന്തനു അവളോടായി ചോദിച്ചു, നീ തന്നെയല്ലേ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തത്? എന്തിനാണ് 7 കുഞ്ഞുങ്ങളോടും ഈ ക്രൂരത നീ ചെയ്യുന്നത്? ഈ രാജ്യത്തിന് ഒരു അനന്തരാവകാശി വേണ്ടേ? ഒരു കുഞ്ഞെങ്കിലും വേണ്ടേ? ഈ കുഞ്ഞിനെയും കൊല്ലരുത്. എന്ത് കാരണത്തോടെയാണ് നീ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എന്നാൽ ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലുന്നില്ല. ഞാൻ ഈ കുഞ്ഞിനെ എന്റെ വാസസ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അങ്ങയോട് പറഞ്ഞിരുന്നു, എന്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യരുത്. ഞാൻ എന്തു പ്രവർത്തിച്ചാലും അതിനെ ചോദ്യം ചെയ്യരുത്. ആ ചോദ്യം ചെയ്യുന്ന ആ സമയം ഞാൻ അങ്ങയെ വിട്ട് എന്നേക്കുമായി എന്റെ വാസസ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവും. ആ ദിവസം വന്നിരിക്കുന്നു. എന്റെ പ്രവൃത്തിയെ അങ്ങ് ചോദ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ഒന്നും പറയാനുള്ള സാവകാശം ആ ഗംഗ കൊടുത്തില്ല. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് ഗംഗ അവളുടെ വാസസ്ഥലത്തേക്ക് പോയി. ഇവിടെ കൊട്ടാരത്തിൽ തീർത്തും ഏകനായ ശന്തനു അനേക വർഷങ്ങൾ കഴിച്ചുകൂട്ടി. അങ്ങനെ വൃദ്ധാവസ്ഥയിലേക്ക് പതുക്കെ കാലൂന്നിയ ശന്തനു രാജാവ് ഒരു ദിവസം ആ പുഴയ്ക്കരികെ നിൽക്കുമ്പോൾ അത്യന്തം തേജസ്സുള്ള ഒരു യുവാവിനെ കാണുകയും അന്നേ ദിവസം അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. നല്ല ഒഴുക്കിൽ പോകുന്ന ആ പുഴയുടെ ഒഴുക്ക് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു.
പുഴയുടെ ഒഴുക്ക് ആരോ തടഞ്ഞു വെച്ച പോലെ അദ്ദേഹത്തിന് തോന്നി. എന്താണ് കാര്യം എന്ന് അന്വേഷിച്ച് അദ്ദേഹം ആ യുവാവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം പോലെ തോന്നി. ആ ജനിച്ച മാത്രയിലാണ് അദ്ദേഹം ആ ശിശുവിനെ കണ്ടത്. പിന്നീട് അദ്ദേഹം ആ ശിശുവിനെ കണ്ടിട്ടില്ല. എന്നിരുന്നാലും എന്തോ ഒരു അടുപ്പം ആ യുവാവിനോട് തോന്നുകയും നീ ആരാണ് എന്ന് ചോദിച്ച ആ മാത്രയിൽ തന്നെ ആ യുവാവ് അവിടെ നിന്നും അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഒരു ഭ്രാന്തമായ അവസ്ഥ പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ആ പുഴയരികിൽ ഇരുന്ന് അദ്ദേഹം ആ പുഴയുടെ തീരത്തിരുന്ന് അദ്ദേഹം വല്ലാതെ കരഞ്ഞു. അങ്ങനെ ഗംഗ തന്റെ പുത്രനായ ദേവവ്രതന്റെ കൈയും പിടിച്ച് രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഇത് അവരുടെ എട്ടാമത്തെ പുത്രനാണെന്നും താൻ അവളുടെ അമ്മയുടെ വാസസ്ഥലത്ത് പോയി യഥാവിധി ഒരു രാജാവിന് എന്തെല്ലാം അറിവ് നേടണമോ അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഇനി ഇവൻ ഇവിടത്തെ ഈ ശന്തനുവിന്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് ശന്തനുവിന്റെ കയ്യിൽ ആ യുവാവിനെ ഏൽപ്പിച്ച ശേഷം രാജാവിനെ തൊഴുത് ഗംഗ അവളുടെ വാസസ്ഥലത്തേക്ക് തന്നെ യാത്രയായി. അങ്ങനെ ആ രാജ്യത്തിന് ഹസ്തിനപുരിക്ക് ഒരു കിരീടാവകാശിയെ ലഭിച്ച സന്തോഷത്തിലായിരുന്നു ശന്തനു മഹാരാജാവ്. തന്റെ പുത്രന്റെ പേര് ദേവവ്രതനാണെന്ന് പോലും ആ സമയത്താണ്, അനേകം വർഷങ്ങൾ തന്റെ പുത്രൻ യുവ അവസ്ഥയിൽ എത്തിയ സമയത്താണ് അവന്റെ പേര് പോലും അദ്ദേഹം അറിയുന്നത്. അങ്ങനെ കൊട്ടാരത്തിൽ അവനെ കൂട്ടിക്കൊണ്ടുവരികയും അധികം ദിവസം കഴിയാൻ മുമ്പ് തന്നെ അവനെ ആ രാജ്യത്തിന്റെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. നീതിമാനും ധർമ്മിഷ്ഠനുമായ ഒരു യുവരാജാവായി അവൻ നാട് ഭരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഒരു ദിവസം ശന്തനു മഹാരാജാവ് വേട്ടയ്ക്കായി കാട്ടിൽ പോയ സമയത്ത് അഭൗമമായ ഒരു സുഗന്ധം ആ കാട്ടിൽ പടർന്നു അവിടത്തെ ആ കാട്ടിന്റെ കാറ്റിൽ പടർന്നു വരുന്നത് കണ്ടു. അങ്ങനെ എവിടെ നിന്നാണ് ആ സുഗന്ധം വരുന്നത്? ആ സുഗന്ധത്തിന്റെ സ്രോതസ് അന്വേഷിച്ച് അദ്ദേഹം കുറെ നേരം കാട്ടിൽ നടക്കുകയും അങ്ങനെ ഒരു ചെറിയ ഒരു കുടിലിന്റെ മുമ്പിൽ എത്തിയപ്പോൾ അവിടെ അറ്റ ഭംഗിയുള്ള ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു മുക്കുവന്റെ മകളായിരുന്നു അത്. ആ സ്ത്രീയോട് എന്താണ് ഭവതിയുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ നിഷാദ രാജാവിന്റെ മകളായ, അവിടുത്തെ മുക്കുവന്മാരുടെ തലവനായ നിഷാദ രാജാവിന്റെ മകളായ സത്യവതി ആണ് താൻ എന്ന് പറഞ്ഞു. അങ്ങനെ താൻ വീണ്ടും ഏകനായല്ലോ, അതുകൊണ്ട് ഈ സത്യവതിയുടെ അഭൗമ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ശന്തനു മഹാരാജാവ് അവളെയും വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ശന്തനു മഹാരാജാവാണ് മഹാഭിഷനായി ജനിച്ചതും അദ്ദേഹത്തിന്റെ ഈ ദുഃഖത്തിന് ഗംഗ തന്നെ കാരണമാവുകയും ചെയ്തു. അതിലെ അഷ്ടവസുക്കളിലെ ഒരാളാണ് ദേവവ്രതൻ. പിന്നീട് സംഭവിച്ചത് അദ്ദേഹം വീണ്ടും കൊട്ടാരത്തിൽ തിരിച്ചെത്തുകയും വിവാഹപ്രായമെത്തിയ ഒരു മകൻ തനിക്കുണ്ടെന്നും ഇത് പറഞ്ഞാൽ ശരിയല്ലെന്നും കരുതി ഈ ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ വെച്ചു. തന്റെ അച്ഛന്റെ മുഖത്തെ പണ്ടത്തെ തേജസ്സും പണ്ടത്തെ ഓജസ്സും ഒന്നും ഇല്ലല്ലോ. രാജ്യഭരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പ്രജകളെല്ലാം ആ രാജ്യത്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, ശത്രുഭയമില്ല, പിന്നെ എന്താണ് അച്ഛന്റെ ഈ ഒരു മുഖത്തെ ഈ തേജസ് ഈ കുറഞ്ഞു പോയത്, എന്താണ് ദുഃഖത്തിന്റെ കാരണം എന്നറിയാൻ അദ്ദേഹം വൃദ്ധ മന്ത്രിയെ സമീപിക്കുകയും അദ്ദേഹം ആ ശന്തനു മഹാരാജാവിന്റെ വിശ്വസ്തനായിരുന്നു. അങ്ങനെ ഈ സത്യവതിയെ കണ്ടെന്നും അവരെ വിവാഹം കഴിക്കാൻ ശന്തനു മഹാരാജാവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം പറയുകയും ചെയ്തു. എന്നാൽ സത്യവതിയുടെ അച്ഛൻ ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. അതാണത്രേ ആ ശന്തനു മഹാരാജാവിന്റെ ദുഃഖത്തിന്റെ കാരണം. എന്താണെന്ന്, ആ ഉപാധി എന്താണെന്നറിയാനും തന്റെ അച്ഛനെ അങ്ങേയറ്റം സന്തോഷവാനാക്കാനും ശന്തനു മഹാരാജാവിന്റെ മകനായ ഇദ്ദേഹം തന്നെ നിഷാദ രാജാവിന്റെ അവിടേക്ക് പോയി. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് സത്യവതിയെ ശാന്തനുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ദേവവ്രതൻ ആ രാജ്യം ഉപേക്ഷിക്കണം. ആ രാജപദവി, യുവരാജാവോ പിന്നീട് രാജാവോ എന്നുള്ള പദവി ഉപേക്ഷിക്കണം. സത്യവതിയും ശാന്തനുവും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന മക്കളായിരിക്കണം ഇനി മേലാൽ ആ രാജ്യത്തിന്റെ കിരീടാവകാശികൾ. ഇത്രയോ ഉള്ളോ, ഇതിന് എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ്
ഉടൻ തന്നെ അദ്ദേഹം ആ നിഷാദ രാജാവിന് വാക്ക് കൊടുത്ത് കൊട്ടാരത്തിൽ വന്ന് ശന്തനു മഹാരാജാവിനോട്, ഈ കാര്യം കൊണ്ടാണോ അങ്ങ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ ഈ യുവരാജാവ് എന്നുള്ള പദവി ഇന്നു മുതൽ ഉപേക്ഷിക്കുന്നു. ഇനി സത്യവതിയെ അങ്ങ് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഈ കാര്യം ശന്തനു അറിഞ്ഞപ്പോൾ സന്തോഷിക്കുകയും, എന്നാൽ വീണ്ടും ഒരു ഉപാധി നിഷാദ രാജാവ് വെച്ചു. ശരി, ഈ ദേവവ്രതൻ രാജ്യത്തിന്റെ കിരീടാവകാശം ഉപേക്ഷിക്കുന്നു. എന്നാൽ അവൻ നാളെ വിവാഹം കഴിക്കുമല്ലോ, അവന് പുത്രന്മാർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കായിരിക്കില്ലേ ഈ രാജ്യത്തിന്റെ കിരീടാവകാശം. അത് കേട്ട് ദേവവ്രതൻ ചിരിക്കുകയും ആ ക്ഷണം തന്നെ ആ കൊട്ടാരത്തിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒരു പ്രതിജ്ഞ ചെയ്തു. ഞാൻ ആദ്യം ഒരു പ്രതിജ്ഞ ചെയ്തു, ഈ രാജ്യത്തിന്റെ കിരീടാവകാശം എന്ന പദവി എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. എന്റെ അച്ഛന്റെ കാലശേഷം ഈ കിരീടത്തിന്റെ അവകാശികൾ സത്യവതിയുടെ, എന്റെ അച്ഛന്റെയും മക്കളാവട്ടെ. ഞാൻ ഇതാ എന്റെ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി വീണ്ടും ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ഞാൻ നിത്യബ്രഹ്മചാരിയായി തുടർന്നു കൊള്ളാം. ഞാൻ വിവാഹമോ ദാമ്പത്യ ജീവിതമോ ഒന്നും തന്നെ ഈ ജന്മത്തിൽ ഞാൻ തേടിപ്പോവില്ല. എനിക്ക് സത്പുത്രന്മാർ ഇല്ലെങ്കിലും നാളെ എൻ്റെ സത്കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ നല്ലൊരു സ്ഥാനം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനിതാ സത്യത്തിന്റെ മുകളിൽ, ഞാൻ വിശ്വസിക്കുന്ന ധർമ്മത്തിന്റെ മുകളിൽ സത്യം ചെയ്യുന്നു. ഞാൻ നിത്യബ്രഹ്മചാരിയായി നിന്നുകൊള്ളാം. ഈ പ്രതിജ്ഞ എടുത്ത മാത്രയിൽ തന്നെ ഒരു അത്ഭുതം എന്നോണം ആകാശത്തു നിന്നും ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ഇത്രയും ഭീമമായ ഒരു പ്രതിജ്ഞ ചെയ്ത അദ്ദേഹത്തിന് അന്ന് മുതൽ ഒരു നാമം ലഭിച്ചു, ഭീഷ്മ പിതാമഹൻ, അല്ലെങ്കിൽ ഭീഷ്മർ. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് ഒരു വരം കൊടുത്തു. എന്റെ സന്തോഷത്തിന് 2 പ്രതിജ്ഞ ചെയ്ത നിനക്ക് ഞാൻ ഒരു വരം തരുന്നു. മരണം നമുക്ക് എപ്പോൾ വരുന്നു എന്ന് അറിയില്ല. എന്നാൽ നിനക്ക് നിന്റെ മരണം എപ്പോൾ വരുന്നു എന്ന് നിനക്ക് ആ സമയം തെരഞ്ഞെടുക്കാം. ഇച്ഛാമൃത്യു എന്ന ഒരു വരം ഞാൻ നിനക്ക് തരുന്നു. അങ്ങനെ അതിനുശേഷം സത്യവതിയെ ശന്തനു കല്യാണം കഴിക്കുകയും അതിൽ അവർക്ക് 2 പുത്രന്മാരാണ് ഉണ്ടായത്, വിചിത്രവീര്യനും ചിത്രാംഗതനും. അങ്ങനെ വിചിത്രവീര്യനും ചിത്രാംഗതനും ഒരാൾ ഒരു യുദ്ധത്തിൽ മരണപ്പെടുകയും ചിത്രാംഗതൻ ഒരു വലിയ രോഗത്തിന് അടിമയാവുകയും ചെയ്തു. പക്ഷെ ഈ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് സത്യവതിക്ക് മനസ്സിലായത്, ഒരു പുത്രൻ മരിച്ചുപോയി, ഇനി ഒരു പുത്രനേ ഉള്ളൂ, ഇവന്റെ വിവാഹം വേഗം നടത്തണം. അങ്ങനെ ഭീഷ്മരോട് ഇവനായി ഒരു നല്ല വധുവിനെ അന്വേഷിക്കുവാൻ പറഞ്ഞു. അങ്ങനെ സത്യവതിക്കും സ്വന്തം മാതാവിന്റെ ഒരു സ്ഥാനവും ബഹുമാനവും തന്നെയാണ് ഭീഷ്മർ നൽകിയിരുന്നത്. അങ്ങനെ സത്യവതിയുടെ വാക്കുകൾ മാനിച്ച് അദ്ദേഹം കാശി രാജ്യത്തെ രാജാവായ കാശി രാജാവിന്റെ 3 പെൺമക്കളുടെ സ്വയംവരം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ പോയി ഫലമായി 3 പെൺകുട്ടികളായ അംബ, അംബിക, അംബാലിക എന്നിവരെ തട്ടിക്കൊണ്ടുവരികയും ഒരു രാജാവിന്റെ ധർമ്മം അനുസരിച്ച് താൻ ശക്തനാണെങ്കിൽ ഒരു സ്വയംവരം നടക്കുന്ന സ്ഥലത്ത് പോയി രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവരാമെന്നും അങ്ങനെ തന്നെ നിർത്തണമെങ്കിൽ തന്നോട് യുദ്ധം ചെയ്ത് ജയിക്കണമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. അവിടെ വന്ന രാജാക്കന്മാർ തങ്ങളുടെ ദിവ്യ വസ്ത്രങ്ങൾ മാറ്റി യുദ്ധത്തിനൊരുങ്ങി കവചങ്ങളും ആയുധങ്ങളും ധരിച്ച് സ്വയംവര പന്തൽ ഒരു യുദ്ധഭൂമിയായി മാറുകയും അങ്ങനെ ഭീഷ്മരോട് എതിർത്ത് നിൽക്കാൻ പറ്റാതെ എല്ലാവരും തോറ്റു പിന്മാറുകയും, എന്നാൽ ഒരാൾ മാത്രം അദ്ദേഹത്തോട് യുദ്ധം ചെയ്തു. സാൽവൻ എന്നായിരുന്നു ആ രാജാവിന്റെ പേര്. എന്നാൽ അദ്ദേഹത്തെയും നല്ല രീതിയിൽ തോൽപ്പിച്ച് ഭീഷ്മർ ഈ 3 രാജകുമാരിമാരുമായി അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ തിരിച്ചെത്തി. അപ്പോഴാണ് അതിലത്തെ ആദ്യത്തെ രാജകുമാരി അംബ ഒരു കാര്യം പറയുന്നത്, സാൽവനെ ഞാൻ പ്രണയിക്കുന്നു. ഈ സ്വയംവരത്തിൽ അദ്ദേഹത്തിനെ ആണ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞയക്കണം.
ഈ വാക്കുകൾ കേട്ട് കൊട്ടാരത്തിലെ ഗുരുക്കന്മാരുടെ ഉപദേശം തേടി ആ യുവതിയെ അവൾ പ്രണയിക്കുന്ന ആളുടെ കൂടെ വിടുന്നതാണ് ഉചിതം എന്ന് ഉപദേശിക്കുകയും അങ്ങനെ അവളെ സാൽവന്റെ അടുത്തേക്ക് അദ്ദേഹം സകല ഒരു രാജകുമാരിക്ക് കൊടുക്കേണ്ട എല്ലാ മര്യാദയുടെയും കൂടെ അയച്ചു വെക്കുകയും ചെയ്തു. ഈ സാൽവൻ വല്ലാതെ തന്നെ ഈ ഭീഷ്മരുടെ അടുത്ത് പരാജയപ്പെട്ടിരുന്നു. തന്നെ വീണ്ടും തേടി എത്തിയ അമ്പയെ അയാൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ അച്ഛന്റെ വീട്ടിലേക്കും പോവാൻ അവൾ തയ്യാറായിരുന്നില്ല. ഭീഷ്മന്റെ ദൃഢപ്രതിജ്ഞയും അവൾക്ക് അറിയാമായിരുന്നു. അവൾക്ക് പോകാൻ ഒരു ഇടമില്ലാതെ അവളുടെ കുലഗുരുവായ ഒരു മഹർഷിയുടെ തപോവനത്തിലേക്ക് തന്നെ അവൾ പോയി. അവിടെ കുറച്ചുകാലം കഴിച്ചു കൂട്ടിയപ്പോൾ അവളുടെ അമ്മാവൻ രാജർഷിയായിരുന്നു. അദ്ദേഹം അവിടെ വരികയും അവൾക്ക് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഭീഷ്മന്റെ തന്നെ ഗുരുവാണ് പരശുരാമൻ. അദ്ദേഹത്തിന് നിനക്കൊരു പരിഹാരം തരാൻ പറ്റും. നീ പരശുരാമനെ പോയി കാണണം. അദ്ദേഹത്തിന്റെ മാതുലന്റെ വാക്കുകൾ മാനിച്ചവൾ പരശുരാമനെ പോയി കാണുകയും അവളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം പറയുകയും തനിക്ക് നീതി വാങ്ങി തരണമെന്ന് പരശുരാമനോട് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവൾക്ക് നീതി താൻ ഉറപ്പായും വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് പരശുരാമനും അമ്പയും ഇവരുടെ കൊട്ടാരത്തിലേക്ക് തന്നെ യാത്രയായി. അവിടെ തന്റെ ഗുരുവിനെ വേണ്ട രീതിയിൽ സ്വീകരിച്ച അദ്ദേഹം ആഗമന ഉദ്ദേശം ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, അമ്പയ്ക്ക് ആരുമില്ല, അതുകൊണ്ട് നീ ഇവളെ സ്വീകരിക്കണം. അപ്പോഴാണ് അദ്ദേഹം തന്റെ ദൃഢപ്രതിജ്ഞയുടെ കാര്യം പറഞ്ഞത്. അത് സാരമില്ല, ഒരു സ്ത്രീ ശാപം വാങ്ങി വെക്കരുത്, അതുകൊണ്ട് നീ ഇവളെ സ്വീകരിക്കണം. നിന്റെ ഗുരുവായ ഞാനാണ് പറയുന്നത്. പക്ഷേ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല. അങ്ങനെ പരശുരാമൻ ഇദ്ദേഹത്തെ ഭീഷ്മനെ സമ്മതിപ്പിക്കുവാൻ വേണ്ടി യുദ്ധത്തിന് വിളിക്കുകയും അവർ തമ്മിൽ ഒരു ഘോര യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിനൊടുവിൽ ബ്രഹ്മാണ്ടത്തിന് തന്നെ പ്രശ്നമാവും എന്നൊരു സ്ഥിതി വന്നപ്പോൾ ദേവർഷിയായ നാരദനും ദേവന്മാരും ഇടപെട്ട് ആ യുദ്ധം നിർത്തുകയും ചെയ്തു. അങ്ങനെ തനിക്ക് തന്റെ വിശ്വസിച്ചു വന്ന അമ്പയ്ക്ക് തനിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല എന്ന വിഷമത്തോടെ പരശുരാമൻ അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി. അമ്പ എന്തു ചെയ്യണമെന്നറിയാതെ വീണ്ടും കുലഗുരുവായ ആ മഹർഷിയുടെ ആശ്രമത്തിൽ പോയി ശിവനെ കഠിന തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ ശിവന്റെ കഠിന തപസ്സിനൊടുവിൽ അവൾക്ക് ഒരു വരം ലഭിച്ചു. അടുത്ത ജന്മത്തിൽ അവൾക്ക് ഭീഷ്മനെ കൊല്ലാൻ സാധിക്കും. അവൾ ദ്രുപദപുത്രിയായി ജനിക്കും. ലഭിച്ച വരം വേഗത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശിവൻ ഈ വരം കൊടുത്ത ആ സമയത്തിന് കുറച്ച് ദിവസത്തിനു ശേഷം അവൾ തന്നെ അവളുടെ സ്വയം ചിതയൊരുക്കി അതിൽ ചാടി ആത്മാഹൂതി ചെയ്തു. ചില ഗ്രന്ഥങ്ങളിൽ കാണാം, ഈ കൊടും തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് സ്കന്ദൻ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും അവൾക്ക് ഒരിക്കലും വാടാത്ത ഒരു നീല താമര മാലയായി നൽകിയെന്നും അത് അണിഞ്ഞ് യുദ്ധത്തിന് പോയാൽ ആർക്കും അവളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ മാലയുമായി പല രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ പോയെങ്കിലും ആരും ആ മാലയുടെ മഹത്വം വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ആർക്കും ഭീഷ്മ പിതാമഹനെ എതിരിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അവസാനം അവൾ ആ മാല ദ്രുപദന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു ആണിയിൽ തൂക്കിയിട്ട് സ്വയം ചിതയൊരുക്കി അതിൽ ചാടി ആത്മാഹൂതി ചെയ്തു. അങ്ങനെ കുറെ വർഷങ്ങൾക്കു ശേഷം ദ്രുപദനും അദ്ദേഹത്തിന്റെ പത്നിയും ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തുകയും അദ്ദേഹത്തിനും ഒരു ശിവന്റെ വരം ലഭിച്ചിരുന്നു. നല്ല ഒരു പുത്രി ലഭിക്കുമെങ്കിലും പിന്നീട് അത് പുത്രനായി അദ്ദേഹത്തിന് യശസ് നൽകുമെന്ന്. അങ്ങനെ അതിൽ ആ പുത്രകാമേഷ്ടി നടത്തുകയും ആ യാഗാഗ്നിയിൽ നിന്നും അതിസുന്ദരിയായ ഒരു പുത്രി ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ രാജാവും രാജ്ഞിയും അവളെ പുത്രനെ ലഭിച്ചു എന്നാണ് ആ രാജ്യത്തെ പ്രജകളെ അറിയിച്ചതും അവന് ശിഖണ്ഡിൻ എന്ന പേര് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഒരു രാജകുമാരനെ വളർത്തുന്ന രീതിയിലാണ് ഇവർ ശിഖണ്ഡിനെ വളർത്തിക്കൊണ്ടു പോന്നത്.
അങ്ങനെ കല്യാണം കഴിക്കിപ്പിക്കുന്ന ആ പ്രായമായപ്പോൾ ഈ ലിംഗം മാറ്റിവെച്ചത് ഒരു പ്രശ്നമാവും എന്നറിയാമെങ്കിലും എന്തോ ഒരു ധൈര്യത്തിൽ ആ കല്യാണം നടത്തുകയും ആ വിവാഹ ദിവസം രാത്രിയാണ് ആ രാജകുമാരിക്ക് മനസ്സിലായത് താൻ വിവാഹം ചെയ്തത് ഒരു രാജകുമാരനെയല്ല രാജകുമാരിയെ തന്നെയാണെന്ന്. ഈ വിവരം അവൾ ഉടൻ തന്നെ തന്റെ പിതാവിനെ അറിയിക്കുകയും അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. ആ മാത്ര തന്നെ ആ രാജകുമാരിയുടെ പിതാവ് ഒരു വൻ സൈന്യവുമായി ദ്രുപദന്റെ രാജ്യത്തെ ആക്രമിക്കാനായി വന്നു. അങ്ങനെ തന്റെ പിതാവിന് വന്ന ഈ ഒരു നാണക്കേടും തന്റെ ഇതും കണ്ട് ഉടൻ തന്നെ ആ ശിഖണ്ഡിൻ ആ രാജ്യം വിട്ട് ഓടി. അങ്ങനെ ഒരു വലിയ കാട്ടിലേക്ക് പോയി അലഞ്ഞു നടക്കുവാൻ തുടങ്ങി. ആ കാട് ഒരു യക്ഷന്റെ അധീനതയിലായിരുന്നു. എന്താണ് ഈ സസമയത്ത് ഇവിടെ അലഞ്ഞു നടക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്ഥൂലകർണൻ എന്ന പേരുള്ള ഒരു യക്ഷനായിരുന്നു അത്. അങ്ങനെ ആ യക്ഷനോട് അവൾ നടന്നതെല്ലാം പറയുകയും അവളുടെ സ്ഥിതിയിൽ സങ്കടം തോന്നിയ ആ യക്ഷൻ അവളുടെ ഈ നിനക്ക് നിന്റെ ഈ ജന്മ ഉദ്ദേശം നിറവേറ്റുന്നത് വരെ ഞാൻ എന്റെ ലിംഗമായ ഈ പുരുഷനായി നിനക്ക് തരുകയും നിന്റെ സ്ത്രീത്വം ഞാൻ സ്വീകരിക്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായി ഒരു പുരുഷനായി മാറി അവൾ വീണ്ടും കൊട്ടാരത്തിൽ തന്നെ എത്തി. അങ്ങനെ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു രാജകുമാരൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് സൈന്യത്തെ പിൻവാങ്ങുകയും ദ്രുപദ രാജാവോട് മാപ്പപേക്ഷിച്ച് അവരുടെ സ്വന്തം രാജ്യത്തിലേക്ക് തന്നെ മടങ്ങി. ആ സമയം ഈ യക്ഷന്റെ അധിപനായ കുബേരൻ വരികയും എന്തുകൊണ്ടാണ് വേണ്ട രീതിയിൽ തന്നെ സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ മറ്റു യക്ഷന്മാർ നടന്നതൊക്കെ പറയുകയും അങ്ങനെ ഈ തന്റെ അനുവാദമില്ലാതെ ഒരു സ്ത്രീക്ക് തന്റെ പുരുഷത്വം മുഴുവൻ നൽകിയത് കൊണ്ട് ഇനിയുള്ള കാലം മുഴുവനും സ്ഥൂലകർണൻ ഒരു സ്ത്രീയായി തുടരട്ടെ എന്ന് ശപിച്ചു. പിന്നീട് കാലിൽ വീണ് മാപ്പപേക്ഷിച്ചപ്പോൾ എന്ന് ശിഖണ്ഡിയുടെ ജന്മ ഉദ്ദേശം നിറവേറുന്നുവോ അന്ന് തനിക്കും താനും ഒരു പഴയ പോലെ പുരുഷനായി മാറുമെന്ന് ശാപമോക്ഷവും അദ്ദേഹം തന്നെ നൽകി. അങ്ങനെ കാലങ്ങൾ പോവുകയും കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുകയും പോവുകയാണ്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഇതെല്ലാം വരുന്നത് സംഭവ പർവം എന്ന മഹാഭാരതത്തിന്റെ സംഭവ പർവത്തിലാണ്. ഇനി വരുന്നത് ഉദ്യോഗ പർവ്വതത്തിലെ പല ഉപപർവങ്ങളിലും നിന്നും ഭീഷ്മ പർവത്തിൽ എത്തി അവിടെ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിലോട്ട് നയിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ ഇദ്ദേഹം ഭീഷ്മൻ ദുര്യോധനനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, പാണ്ഡവർ നീതിയുടെ മാർഗത്തിൽ നടക്കുന്നവരാണ്. പാണ്ഡവർ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ്. മാത്രമല്ല പാണ്ഡവർക്ക് ശ്രീകൃഷ്ണന്റെ ദിവ്യമായ ഒരു സംരക്ഷണമുണ്ട്. ഞാൻ എന്നും വേണമെങ്കിൽ 15,000 മുകളിൽ പാണ്ഡവരുടെ സൈന്യരെ വധിക്കാം. എന്നാൽ പഞ്ചപാണ്ഡവരിലെ ഒരാളെ പോലും ഞാൻ വധിക്കില്ല. അതിന് നീ എന്നെ നിർബന്ധിക്കരുത് ദുര്യോധന. ആ ഒരു ഉടമ്പടിയിൽ അദ്ദേഹം യുദ്ധഭൂമിയിലേക്ക് പ്രവേശിച്ചു. ആ യുദ്ധം തുടങ്ങുന്ന ആ സമയം തന്നെ ശിഖണ്ഡിയും യുദ്ധഭൂമിയിൽ പ്രവേശിച്ചു. പഞ്ചപാണ്ഡവരെ താൻ കൊല്ലില്ല എന്ന് അദ്ദേഹം ഒരു ശപഥം ചെയ്തോ അതേപോലെ ദുര്യോധനനോട് അദ്ദേഹം വേറൊരു കാര്യവും പറഞ്ഞു. യുദ്ധഭൂമിയിൽ അതിശക്തനായ ഒരു യോദ്ധാവിനെ കാണാം. ആ യോദ്ധാവിന്റെ ജന്മരഹസ്യം എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഒരു കാരണവശാലും ആ യോദ്ധാവ് എത്ര അസ്ത്രശസ്ത്രങ്ങൾ തനിക്കെതിരെ പ്രയോഗിച്ചാലും ആ യോദ്ധാവിനെതിരെ ഒരു അസ്ത്രം പോലും താൻ പ്രയോഗിക്കില്ല. അതായിരുന്നു അംബ. അങ്ങനെ യുദ്ധം തുടങ്ങുകയും ആദ്യത്തെ ദിവസം ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിക്കുകയും ആദ്യത്തെ ദിവസം കൗരവ സേന വല്ലാതെ പാണ്ഡവരെ ഉപദ്രവിക്കുകയും ചെയ്തു. വല്ലാതെ ഒരു തിരിച്ചടിയാണ് ആദ്യത്തെ ദിവസം പാണ്ഡവർ നേരിട്ടത്. അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. രണ്ടാമത്തെ ദിവസം പാണ്ഡവർ ശക്തമായി തിരിച്ചടിക്കുകയും അർജുനൻ ശക്തമായിട്ട് ഭീഷ്മരെ നേരിടുകയും ചെയ്തു. മൂന്നാമത്തെ ദിവസം ഭീഷ്മ പിതാമഹനും ദുര്യോധനനും തമ്മിൽ ആ യുദ്ധഭൂമിയിൽ വെച്ച് ഒരു വാക്കേറ്റം ഉണ്ടാവുന്നു. അങ്ങയുടെ
ആ ഒരു ഇഷ്ടം, പാണ്ഡവരോടുള്ള ഇഷ്ടം അങ്ങയുടെ നീതിക്കും ധർമ്മത്തിനും ഒരു കളങ്കമേൽപ്പിക്കുന്നുണ്ട്. അങ്ങ് വേണ്ട രീതിയിൽ കൗരവർക്ക് വേണ്ടി പോരാടുന്നില്ല. അങ്ങ് ഇവിടെ ഭേദഭാവം കാണിക്കുന്നു. ന്യായമായ രീതിയിലല്ല അങ്ങ് പോരാടുന്നത് എന്ന് നിരന്തരം പറയുന്ന ആ സമയത്ത് വല്ലാതെ അദ്ദേഹം ഭീഷ്മ പിതാമഹൻ ഇതിൽ കോപം വരികയും വല്ലാതെ പാണ്ഡവ സൈന്യത്തിനെ ഉപദ്രവിക്കുകയും വല്ലാതെ നാശനഷ്ടം പാണ്ഡവ സൈന്യത്തിന് ഉണ്ടാവുകയും ചെയ്തു. വേണ്ട രീതിയിൽ, വേണ്ട ശക്തിയോടെ, വേണ്ട ഓജസ്സോടെ അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ താൻ ഈ യുദ്ധഭൂമിയിൽ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു ആയുധവും എടുക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും പാണ്ഡവ സൈന്യത്തിന്റെ തോൽവി താൻ കാണുന്നുണ്ടെന്നും അതുകൊണ്ട് അതിന് നിർബന്ധിതനായി ധർമ്മത്തിനും നീതിക്കും വേണ്ടി താൻ ഇനി ആയുധം എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കയ്യിൽ ഒരു വലിയ ചക്രമേന്തി ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് ഓടുമ്പോൾ കൃഷ്ണൻ തന്റെ അടുക്കൽ ഓടി വരുന്നത് കണ്ട് ഭീഷ്മ പിതാമഹൻ അത്യന്തം സന്തോഷിക്കുകയും വരൂ കൃഷ്ണ, അങ്ങയുടെ കൈകൊണ്ട് തന്നെ എന്നെ വധിക്കൂ എന്ന് പറഞ്ഞു. ആ മാത്രയിൽ തന്നെ അർജുനൻ കൃഷ്ണന്റെ കാലിൽ വീണ് തന്റെ പുത്രന്മാരുടെയും തന്റെ സഹോദരന്മാരുടെയും പേരിൽ താൻ സത്യം ചെയ്യുന്നു. നല്ല രീതിയിൽ നീതി ധർമ്മ ബോധത്തോടെ താൻ യുദ്ധം ചെയ്തു കൊള്ളാം കൃഷ്ണ, എനിക്ക് വേണ്ടി അങ്ങ് വാക്ക് മാറ്റരുത്, അങ്ങയുടെ പ്രതിജ്ഞ ലംഘിക്കരുത് എന്ന് പറഞ്ഞ് കാലിൽ വീണ് കേണപേക്ഷിച്ചപ്പോൾ ദേഷ്യം ഉപേക്ഷിച്ച് കൃഷ്ണൻ വീണ്ടും പാർത്ഥസാരഥിയായി. അങ്ങനെ കൃഷ്ണന്റെ വാക്കുകൾ പാലിക്കാനായി 4, 5, 6 ദിവസങ്ങളിലെല്ലാം ഭീമനും അർജുനനും നല്ല രീതിയിൽ തന്നെ കൗരവരുമായി ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടൽ കണ്ട് ഭീഷ്മ പിതാമഹൻ ദുര്യോധനന് താക്കീതു നൽകി. സത്യം ജയിക്കും, ധർമ്മം നിലനിൽക്കും, എല്ലാത്തിന്റെയും മുകളിൽ അവർക്ക് ശ്രീകൃഷ്ണന്റെ ദിവ്യമായ സംരക്ഷണമുണ്ട്. ഇപ്പോഴും വൈകിയിട്ടില്ല, സന്ധി സംഭാഷണത്തിന് തയ്യാറാണോ? വീണ്ടും ഭീഷ്മ പിതാമഹനെ ദുര്യോധനൻ പ്രകോപിപ്പിക്കുകയും വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തു. വീണ്ടും പാണ്ഡവ സൈന്യത്തിന് വലിയൊരു നാശനഷ്ടം തന്നെ ഉണ്ടായി. അങ്ങനെ ഒരു രീതിയിലും കൗരവ സേനയെ അവർക്ക് തളയ്ക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയ പഞ്ചപാണ്ഡവർ 9-ാം ദിവസം രാത്രി, യുദ്ധത്തിന്റെ 9-ാം ദിവസം രാത്രി വളരെ സ്വകാര്യമായി ഭീഷ്മ പിതാമഹനെ പോയി കാണുകയും എങ്ങനെയാണ് അവർക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റുക എന്നും അങ്ങ് യുദ്ധഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് കൗരവരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ രാവിലെ 10-ാമത്തെ ദിവസം അർജുന, നിന്റെ മുമ്പിൽ ശിഖണ്ഡിയെ നിർത്ത്. അവൻ ഇപ്പോൾ പുരുഷനാണെങ്കിലും ജന്മം കൊണ്ട് അവൻ സ്ത്രീയാണ്. സ്ത്രീകൾക്ക് നേരെ ഞാൻ ആയുധങ്ങൾ പ്രയോഗിക്കാറില്ല, സ്ത്രീകൾക്ക് നേരെ ഞാൻ യുദ്ധത്തിന് പോകാറില്ല. ആ രീതിയിൽ എന്നെ വീഴ്ത്ത് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 10-ാം ദിവസം ശിഖണ്ഡിയെ അർജുനൻ രഥത്തിൽ കയറ്റുകയും അവന്റെ മുമ്പിൽ നിർത്തുകയും അവളെ പ്രോത്സാഹിപ്പിച്ച് അവളുടെ ജന്മ ഉദ്ദേശം നടത്തുവാൻ പറയുകയും ചെയ്തു. 14 അമ്പുകളാണ് അദ്ദേഹത്തിന്റെ മുകളിൽ പതിച്ചത്. എന്നാലും അദ്ദേഹം വീണില്ല. എന്നാലും അദ്ദേഹം പ്രകോപിതനാവുകയോ ശിഖണ്ഡിക്ക് നേരെ ഒരു അമ്പോ അസ്ത്രമോ പോലും ഉപയോഗിച്ചില്ല. അങ്ങനെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയ അർജുനൻ അതിശക്തമായി അമ്പുകൾ പ്രയോഗിച്ച് ഇനി ഭീഷ്മ പിതാമഹന്റെ ശരീരത്തിൽ ഒരു സ്ഥലത്ത് പോലും അമ്പുകൾ തുളച്ചു കയറാൻ ബാക്കിയില്ല എന്നൊരു അവസ്ഥ വരികയും ആ വീര യോദ്ധാവ് മണ്ണിൽ വീഴുകയും ആ ശരീരത്തെ അർജുനന്റെ അമ്പുകൾ ഒരു ശയ്യ പോലെ താങ്ങി നിർത്തുകയും ചെയ്തു. ഈ കഥ വരുന്നത് ഭീഷ്മ പർവത്തിലെ 120-ാം അധ്യായത്തിൽ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. യുദ്ധം തുടങ്ങുന്നതിന് ഭീഷ്മപർവം അധ്യായം 43, 44 കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇതേ യുധിഷ്ഠിരൻ ഗുരുക്കന്മാരായ ഭീഷ്മ പിതാമഹനെയും കൃപാചാര്യരെയും ദ്രോണാചാര്യരെയും എല്ലാവരെയും കണ്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് ധർമ്മത്തിന്റെ തന്നെ മറ്റൊരു പേരായ യുധിഷ്ഠിരൻ യുദ്ധത്തിനിറങ്ങിയത്. അങ്ങനെ
കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10-ാം ദിവസം വീര യോദ്ധാവായ ഭീഷ്മ പിതാമഹൻ അങ്ങനെ അർജുനന്റെ എണ്ണമറ്റ വില്ലുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങി ആ അമ്പുകൾ തന്നെ അദ്ദേഹത്തിന് ഒരു ശരശയ്യയായി മാറുകയും ആ വീരയോദ്ധാവ് അതിൽ കിടന്നു. അദ്ദേഹത്തിന്റെ തലമത്രം തൂങ്ങിക്കിടന്നു. വിഭാഗത്തിലുള്ളവരും ഇത് കാണാൻ വരികയും കുറെ രാജാക്കന്മാർ പട്ടുകൊണ്ടുള്ള തലയണ കൊടുത്തപ്പോൾ ഒരു വീരയോദ്ധാവിന് യോജിച്ച തലയണ തനിക്ക് വേണമെന്നും ഇതുപോലത്തെ തലയണ താൻ സ്വീകരിക്കുകയില്ലെന്നും അദ്ദേഹത്തിന്റെ കണ്ണുകൾ അർജുനനെ തേടി. ആ ക്ഷണം തന്നെ വീണ്ടും അർജുനൻ ഗാണ്ഡീവം ഉപയോഗിച്ച് അമ്പുകൾ കൊണ്ട് ഒരു തലയണ ആ വീരയോദ്ധാവിന് ഉണ്ടാക്കി കൊടുക്കുകയും പർജന്യാസ്ത്രം ഉപയോഗിച്ച് ഭൂമി തുരന്ന് ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ ദാഹമകറ്റുകയും ചെയ്തു. ഇച്ഛാമൃത്യുള്ള വരം നേടിയ അദ്ദേഹം ഉത്തരായനം വരെ താൻ ഇവിടെ തന്നെ കിടക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ കർണൻ വരികയും 10 ദിവസം വരെ അതിന്റെ സൈന്യാധിപൻ ഭീഷ്മ പിതാമഹനായിരുന്നു. അതിനുശേഷം ഏറ്റെടുത്തത് ദ്രോണാചാര്യരായിരുന്നു. പിന്നീട് കർണനും ശല്യരുമെല്ലാം കൗരവരുടെ സൈന്യാധിപന്മാരായി. അങ്ങനെ 11-ാം ദിവസം പലരും അദ്ദേഹത്തെ കാണാൻ വരികയും യുദ്ധം വഴിമാറി പോവുകയും ചെയ്തു. 11-ാം ദിവസം ദ്രോണൻ ആ സൈന്യാധിപ പദവി ഏറ്റെടുക്കുകയും 12-ാമത്തെ ദിവസം നരകാസുരന്റെ മകനായ ഭഗദത്തൻ അവന്റെ വലിയ ശക്തമേറിയ ഗജമായ സുപ്രതീകം കൊണ്ട് പാണ്ഡവ സൈന്യത്തെ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടുത്തിയത്. അങ്ങനെ അവൻ തന്നെ അർജുനന് മുകളിൽ വൈഷ്ണവാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ആ വൈഷ്ണവാസ്ത്രത്തെ ശ്രീകൃഷ്ണൻ തന്റെ മാറിൽ വാങ്ങുകയും അദ്ദേഹം തന്നെ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായതുകൊണ്ട് ആ വൈഷ്ണവാസ്ത്രം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തുളച്ചപ്പോൾ അതൊരു പൂമാലയായി ശ്രീകൃഷ്ണന്റെ മാറിൽ കിടന്നു തിളങ്ങി. അങ്ങനെ എല്ലാ ആയുധവും തീർന്ന ഭഗദത്തൻ നിന്ന മാത്രയിൽ തന്നെ ഗാണ്ഡീവ വില്ലുപയോഗിച്ച് അവനെ കൊല്ലുവാൻ ആജ്ഞാപിക്കുകയും അർജുനന്റെ അമ്പേറ്റ് ഭഗദത്തനും മരണപ്പെട്ടു. അങ്ങനെ 13-ാം ദിവസം 7 പേർ ചേർന്ന് 16 വയസ്സ് മാത്രം പ്രായമുള്ള അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ ബന്ദിയാക്കുകയും ആ 16 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു ഒരു കുട്ടിയെ കൊല്ലുകയും ചെയ്തു. അതിന് 14-ാം ദിവസം അർജുനൻ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു. ഇന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ ജയദ്രഥനെ വധിക്കും, അല്ലെങ്കിൽ ഞാൻ ആത്മാഹൂതി ചെയ്യും. അങ്ങനെ 14-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ് ശ്രീകൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറയാക്കുകയും അങ്ങനെ ഈ ജയദ്രഥൻ സംരക്ഷണ വലയം ഭേദിച്ചു പുറത്തു വന്ന ആ മാത്രയിൽ തന്നെ വീണ്ടും സുദർശന ചക്രത്തിൽ നിന്നും ആ സൂര്യനിൽ നിന്നും ചക്രത്തെ തിരിച്ചെടുക്കുകയും സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ജയദ്രഥൻ ചെന്നുപെട്ടത് അർജുനന്റെ മുമ്പിലായിരുന്നു. അങ്ങനെ അർജുനന്റെ ശരമേറ്റ് ആ ക്ഷണം തന്നെ 14-ാം ദിവസം ജയദ്രഥനും മരണപ്പെട്ടു. 15-ാം ദിവസം ദ്രോണാചാര്യരെ വധിച്ചത് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. കള്ളം പറയാത്ത യുധിഷ്ഠിരൻ അശ്വത്ഥാമാവ് എന്നൊരു ആന എന്ന് മനസ്സിൽ മന്ത്രിച്ചു. തന്റെ മകൻ മരണപ്പെട്ടതറിഞ്ഞ അദ്ദേഹം ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിരായുധ പാണിയായി ആ ക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ധ്യാനത്തിൽ ഇരുന്ന സമയത്ത് ദ്രോണനെ വധിക്കാനുള്ള ജന്മ ഉദ്ദേശമുള്ള ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ 16-ാം ദിവസം ആ സേനയുടെ സൈന്യാധിപൻ കർണനാവുകയും 17-ാമത്തെ ദിവസം കർണനും ദുശാസനനും വധിക്കപ്പെടുകയും അവസാനത്തെ ആളായ ശല്യർ ആ സൈന്യാധിപ സ്ഥാനം ഏറ്റെടുക്കുകയും ഒരു വരമുണ്ടായിരുന്നു ശല്യർക്ക്. തന്നിൽ പോരാടാൻ വരുന്നവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ശല്യരുടെ ശക്തി കൂടും. എത്ര പ്രകോപിപ്പിച്ചാലും ദേഷ്യം വരാത്ത ഒരു സ്വഭാവമാണ് യുധിഷ്ഠിരന്റെ. ആ യുധിഷ്ഠിരൻ വേൽ അല്ലെങ്കിൽ കുന്തം എന്നൊക്കെ പറയില്ലേ, അതിൽ നിപുണനായിരുന്നു. അങ്ങനെ ആ യുധിഷ്ഠിരനുമായുള്ള യുദ്ധത്തിൽ ഈ അവസാനത്തെ ദിവസം ശല്യരും കൊല്ലപ്പെട്ടു. ഈ 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധം തീർന്നിട്ടും ദുര്യോധനൻ മാത്രമാവുകയും അവൻ പേടിച്ചൊരു കുളത്തിൽ ഒളിക്കുകയും അനന്തരം പുറത്തു വന്ന് കുടം പൊട്ടി വന്നവൻ അവസാനം
തുടപൊട്ടി മരിച്ചു. അങ്ങനെ ആ കൗരവ വംശം മുഴുവനും പോയപ്പോഴും എല്ലാത്തിനും സാക്ഷിയായി ആ ശരശയ്യയിൽ ഭീഷ്മ പിതാമഹൻ ഉണ്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരനെ രാജാവായി വാഴിച്ചതിനു ശേഷം രാജസൂയ യജ്ഞം, അഗ്രപൂജ എല്ലാത്തിനു ശേഷം അദ്ദേഹം യുധിഷ്ഠിരനെ കാണാൻ വന്നപ്പോൾ ശാന്തി പർവ്വം അനുസരിച്ച് ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം എന്ന പാഠം അദ്ദേഹം കൊടുത്തു. ആ രാജാവിന്റെ ആദ്യ ധർമ്മം പ്രജാ സംരക്ഷണം, രണ്ടാമത്തേത് ആത്മനിയന്ത്രണം, മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, മൂന്നാമത്തേത് രാജാവ് സത്യസന്ധനായിരിക്കണം, നാലാമത്തേത് രാജാവിന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അതിനായി രാജാവിന് നല്ല മന്ത്രിമാരെ വേണം. ആ മന്ത്രിമാരെ വളരെ ബുദ്ധിപൂർവം വേണം രാജാവ് തിരഞ്ഞെടുക്കാൻ. ആ മന്ത്രിമാർക്ക് ആദ്യം വിശ്വസ്തത വേണം. രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യ സംബന്ധമായ സ്വകാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു സ്വകാര്യത സൂക്ഷിക്കാനുള്ള മനോഭാവം വേണം. സത്യസന്ധത, ബുദ്ധി, ആത്മനിയന്ത്രണം, എല്ലാത്തിനുമുപരി നല്ല ഭരണ പരിചയം വേണം. രാജ്യ രഹസ്യം എല്ലാവരുമായി പങ്കുവെക്കരുത്. നീതി വേണം, ദണ്ഡനീതിയും. നീതിയാവാം, ഒരാൾ തെറ്റു ചെയ്താൽ അയാളെ നമുക്ക് തീർച്ചയായിട്ടും ശിക്ഷിക്കാം. ശിക്ഷിച്ചില്ലെങ്കിൽ രാജ്യത്ത് അരാജകത്വം വരും. എന്നാൽ വല്ലാതെ അങ്ങ് ശിക്ഷിക്കരുത്. കുറ്റത്തിന്റെ സ്വഭാവം നോക്കി യുക്തമായ ശിക്ഷ നൽകണം. അവിടെ സ്വജനപക്ഷപാതമോ വ്യക്തിപരമായ ക്രോധമോ ഇഷ്ടാനിഷ്ടമോ കൊണ്ടുവരരുത്. നികുതി, ടാക്സ് അതെങ്ങനെയായിരിക്കണം? ഒരു പൂവിൽ നിന്നും വണ്ട് എങ്ങനെ ആ പൂവിനെ നശിപ്പിക്കാതെ തേൻ ശേഖരിക്കുന്നുവോ, ഒരു പശുവിന്റെ അകിട്ടിൽ നിന്നും ആ പശുവിനെ നശിപ്പിക്കാതെ നമ്മൾ എങ്ങനെ പാൽ കറന്നെടുക്കുന്നുവോ, അതേ രീതിയിൽ പ്രജകളുടെ നിലനിൽപ്പിനെ, ജീവിതത്തിന്റെ അസ്തിത്വത്തിനെ ബാധിക്കാതെ രീതിയിൽ വേണം ഒരു നീതിമാനായ ഭരണാധികാരി നികുതി വ്യവസ്ഥ നടപ്പിലാക്കേണ്ടത്. കൃഷി, വ്യാപാരം എല്ലാം തന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വരണം. സമ്പന്നരായ പ്രജകളും രാജ്യത്തിന്റെ തീർച്ചയായും അടിസ്ഥാനമാണ്. അവർ വഴി നല്ല നികുതി രാജ്യത്തിന് കിട്ടുമല്ലോ. ശാന്തി പർവം യുധിഷ്ഠിരൻ എങ്ങനെ നല്ല ഒരു ഭരണാധികാരിയായി മാറാം എന്ന് പറയുമ്പോൾ, അനുശാസനിക പർവം എങ്ങനെ ധർമ്മിഷ്ഠനായി ഒരു മനുഷ്യന് ജീവിക്കാം എന്ന് പറയുന്നു. ഒരു മനുഷ്യന് ആദ്യം വേണ്ട മനോഭാവം അഹിംസ, പിന്നെ വേണ്ട മനോഭാവം സത്യം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യം. പിന്നെ ദാനം, അത് അന്നമായിട്ടോ ജലമായിട്ടോ ഭൂമിയായിട്ടോ പ്രജകൾക്ക് കൊടുക്കണം. പ്രായത്തിൽ മൂത്തവരോടുള്ള ബഹുമാനം, സ്ത്രീകളോടുള്ള ബഹുമാനം, അതേമാതിരി തന്നെ സമ്പത്തിന്റെ ശരിയായ വിനിയോഗം. ഇതെല്ലാമാണ് ഒരു മനുഷ്യനെ ധർമ്മത്തിന്റെ വഴിയിൽ നടത്തുന്നതെന്ന് ഭീഷ്മ പിതാമഹൻ ശാന്തി പർവ്വതത്തിലും അതേപോലെ തന്നെ അനുശാസനിക പർവ്വത്തിലും ഇദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കേട്ട് അദ്ദേഹം ഈ വാക്കുകളെല്ലാം താൻ ഓർമ്മിക്കുമെന്നും നല്ല ഒരു ഭരണം താൻ കാഴ്ചവെക്കുമെന്ന് വാക്കുകൾ നൽകി. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടെന്നറിയില്ല, അർജുനൻ ആദ്യത്തെ ദിവസം ഏതൊരു മനോഭാവത്തിലായിരുന്നു, രാജ്യത്തിന്റെ രാജാവായി അഭിഷേകമായതിനു ശേഷം ആ ഒരു മനോനിലയിലേക്ക് യുധിഷ്ഠിരൻ പോവുകയും കൃഷ്ണനെ കാണാൻ വരികയും അങ്ങനെ കൃഷ്ണനുമൊത്ത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാവിന്റെ അടുക്കലെത്തി. കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഉപദേശിക്കാൻ വയ്യ. നിനക്ക് എന്താണ് അറിയേണ്ടത്? നിനക്ക് എന്തറിഞ്ഞാലാണ് നിന്റെ മനസ്സിനൊരു മാറ്റം വരിക? നല്ല ഭരണം കാഴ്ചവെക്കാമെന്ന് ശരശയ്യയിൽ കിടക്കുന്ന ഈ ഭീഷ്മ പിതാമഹനോട്, ഈ മഹായോദ്ധാവിനോട് നീ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നീ പാലിക്കണം. അതിന് നിന്റെ മനസ്സിനെ അലട്ടുന്ന ചോദ്യങ്ങൾ എന്താണ്? ചോദിച്ചുകൊള്ളൂ. ഇതിനുള്ള ചോദ്യങ്ങൾ 6 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ തുടക്കം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശരശയ്യയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഇച്ഛാമൃത്യുവിനായി ഈ ഭൂമിയോട് വിട പറയുന്നതിന് മുമ്പ് അഭൗമമായ, നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു നിധി തന്നിട്ടാണ് അദ്ദേഹം യാത്രയായതെന്ന്. അതാണ് ഇന്ന് നമ്മൾ ജപിക്കുന്ന വിഷ്ണു സഹസ്രനാമം. ഭീഷ്മ പിതാമഹനോട്
യുധിഷ്ഠിരൻ ചോദിച്ചു, കിമേകം ദൈവതം ലോകേ കിം വ്യാപേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നുർമാനവാശുഭം കോധർമ്മ സർവധർമാണാം ഭവത പരമോന്മതഃ കിം ജപൻ മുച്ചതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. 6 ചോദ്യം. കിമേകം ദൈവതം ലോകേ, ഈ ലോകത്തിലെ പരമമായ ദൈവം ആരാണ്? ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും പരമമായ ആശ്രയം ആരാണ്? ആരെ സ്തുതിച്ചാലാണ് മനുഷ്യന് മംഗളം ലഭിക്കുക? ആരെ ആരാധിച്ചാലാണ് മനുഷ്യന് ശ്രേയസ് ലഭിക്കുക? പിന്നെയും അദ്ദേഹം ചോദിച്ചു, എന്താണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം? ജന്മമരണ സംസാര സാഗരം, അതിലൂടെ മോചനം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ 6 ചോദ്യങ്ങളിലെ ആദ്യത്തെ 4 ചോദ്യങ്ങളുടെ ഉത്തരമാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ഉത്തരമായിട്ട് ഈ ചോദ്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം ഉത്തരമായിട്ട് കൊടുത്തത്. ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷസ്തദോതിതഃ. ലോകത്തിന്റെ പ്രഭുവും ബ്രഹ്മാവ് മുതലായ ദേവന്മാരുടെ പോലും ദേവനും അനന്തം, ആദി അവസാനം, ആദ്യം അവസാനം മദ്യം ഒന്നുമില്ലാത്തവനുമായ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനുമായ മഹാവിഷ്ണുവിനെ സഹസ്രനാമങ്ങൾ കൊണ്ട് സ്തുതിക്കുക. അങ്ങനെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഒരു മനുഷ്യന് മുക്തി കിട്ടും. ആദ്യത്തെ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു ഭീഷ്മ പിതാമഹൻ. വിഷ്ണു സഹസ്രനാമം വായിക്കുന്നവർക്കറിയാം, ശ്രീ ഭീഷ്മരുവാച എന്ന് പറഞ്ഞു തുടങ്ങുന്ന ജഗത് പ്രഭം ദേവദേവം അനന്തം പുരുഷോത്തമം. ആ സ്റ്റാൻസ, ആ വരി, ശ്ലോകം വരുന്നത് ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ്. 5, 6 അഞ്ചാമത്തെ ചോദ്യത്തിന് തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യഞ്ച യജമാനസ്തമേവ ച. ആ പുരുഷോത്തമനായ മഹാവിഷ്ണുവിനെ നിത്യം പൂജിക്കുകയും ഭക്തി പുരസരം ധ്യാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരുവൻ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിതനാവും. അപ്പോൾ എന്താണ് ഈ ജന്മ മരണ ഈ സംസാര സാഗരത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്? കിം ജപൻ മുച്യത്തെ ജന്തു ജന്മ സംസാര ബന്ധനാത്. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തുടങ്ങുന്നത് വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂത ഭവ്യഭവത് പ്രഭു. വിഷ്ണു സഹസ്രനാമത്തിന്റെ ആ ഭാഗം മുതലാണ്. വിഷ്ണു സഹസ്രനാമമാണ് ജന്മ ദുഃഖങ്ങളിൽ നിന്നും ജന്മ മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കാനുള്ള യുധിഷ്ഠിരന്റെ 6ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അങ്ങനെ ഈ ഇത്രയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും വിഷ്ണു സഹസ്രനാമത്തിന്റെ 3 ഭാഗങ്ങൾ, പ്രഥമ ഭാഗം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം, അങ്ങനെ സഹസ്രനാമമായ വിഷ്ണുർ ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂത ഭവ്യഭവത് പ്രഭു എന്ന് തുടങ്ങി വനമാലി ഗദീശാംഗി ശംഗി ചക്രി ചനന്ദകി ശ്രീമന്നാരായണോ വിഷ്ണുർ വാസുദേവോഭിരക്ഷതു ഇതിതം കീർത്തനീയസ്യ എന്ന് പറഞ്ഞു പോകുന്നില്ലേ ഫലശ്രുതി ഭാഗം. അങ്ങനെ പ്രഥമ ഭാഗം, മധ്യമ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ വിഷ്ണു സഹസ്രനാമം, പിന്നെ അതിന്റെ ഫലശ്രുതി. അങ്ങനെ ഇതാണത്രേ ഇദ്ദേഹം ഈ യുധിഷ്ഠിരൻ ചോദിച്ച 6 ചോദ്യങ്ങൾക്കുള്ള ഒറ്റ ഉത്തരമാണ് വിഷ്ണു സഹസ്രനാമം. പരമമായ ദൈവം വിഷ്ണു, പരമമായ ആശ്രയം മഹാവിഷ്ണു. ആരെ സ്തുതിച്ചാൽ മംഗളം ലഭിക്കും, ആരെ സ്തുതിച്ചാൽ ശ്രേയസ് ലഭിക്കും? ജഗത് പ്രഭുവായ ആദിയും അന്തവും ഇല്ലാത്ത മഹാവിഷ്ണുവിനെ സ്തുതിച്ചാൽ നമുക്കിത് ലഭിക്കും. ആരോടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം? ഈ ജന്മ സാഗരത്തിൽ നിന്നും, ജന്മ മരണ സാഗരത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ ആൻസർ, വിഷ്ണു സഹസ്രനാമം. അങ്ങനെ ഇത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഇത് കേട്ട് മനസ്സ് തെളിഞ്ഞ് വീണ്ടും അദ്ദേഹം നല്ലൊരു ഭരണാധിപതിയായി വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി ഭരണം തുടരുകയും വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തതിന് 50 ദിവസത്തിനു ശേഷമാണത്രേ ഭീഷ്മ പിതാമഹൻ സ്വർഗത്തിലോട്ട് പോയി മോക്ഷപ്രാപ്തി നേടിയത്. അതാണ് ഒരു ശാപം.
പ്രഭാസ ദ്യുവായി വന്ന് ഒരു ജന്മം മുഴുവനും പല പ്രതിസന്ധികളും പല ദുർഘടമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടും മനസ്സിൽ അദ്ദേഹം പോയ ആ കൗരവ സേനയ്ക്ക് മുമ്പിൽ തന്റെ മനസ്സിൽ അദ്ദേഹം നിറച്ചു വെച്ചിരുന്ന ആ സ്നേഹം, ആ ഭക്തിയെല്ലാം 1000 നാമങ്ങളായി മഹാവിഷ്ണുവിന്റെ അടുത്ത് അവസാന നിമിഷങ്ങളിൽ ഇടതടവില്ലാതെ ഒഴുകി വന്ന് ഇന്നും നമ്മൾ ജപിക്കുന്ന വിലമതിക്കാനാവാത്ത നിധിയായി നമ്മൾക്ക് അദ്ദേഹം തന്നു. അങ്ങനെ ആ ഒരു ശാപത്തിൽ നിന്നും അദ്ദേഹം മോചിതനാവുകയും അദ്ദേഹത്തിന്റെ ഒരു പ്രതിജ്ഞയാണ് ഈ മഹാഭാരതത്തിനു തന്നെ നാന്ദി കുറിച്ചതെന്ന് ഞാൻ പറയും. ശരശയ്യയിലായത് തീർച്ചയായിട്ടും ഞാൻ പറയും ദ്രൗപദി ആ കുലവധു അവിടെ വസ്ത്രാക്ഷേപത്തിന് ഇരയായപ്പോൾ ഓരോരുത്തരെയും അവൾ നോക്കി. എന്റെ 5 പതിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, കുലവധുവാണ് ഞാൻ ഇവിടെ, എന്റെ അമ്മ, എന്റെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ധൃതരാഷ്ട്രർ ഇരിക്കുന്നുണ്ട്, വിദുരർ ഇരിക്കുന്നുണ്ട്, പിതാമഹനായ ഭീഷ്മർ ഇരിക്കുന്നുണ്ട്, ആരെങ്കിലും എനിക്ക് നീതി വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ട് ആ ഭീഷ്മർ അന്ന് കണ്ണുണ്ടായിട്ടും അന്ധനായി നിന്നു, നാക്കുണ്ടായിട്ടും മിണ്ടാട്ടം മുട്ടി നിന്നു. അവളുടെ കരച്ചിൽ അദ്ദേഹത്തിന് ചെവി കേൾക്കാമെങ്കിലും അദ്ദേഹം ചെവി കേൾക്കാത്തവനെ പോലെ നിന്നു. അതേപോലെ ഒരു സ്ത്രീക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നറിയാതെ അവളുടെ ഇഷ്ടത്തിന് ഒന്നും നോക്കാതെ ബലമായി അമ്പയെ കൊണ്ടുപോവുകയും നിർഗതിയായി അവളെ വിട്ടതുമാവാം അദ്ദേഹത്തെ ഇത്രയും ധർമ്മവും നീതിയും അദ്ദേഹം പിടിച്ചിട്ടും അവസാനം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കണം. പക്ഷെ അദ്ദേഹം എത്രത്തോളം ചെയ്തു? അത് തന്നെയാണോ അദ്ദേഹം ഈ ശരശയ്യയിൽ എത്താൻ കാരണം? ഞാൻ അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇതാണ് ഭീഷ്മ പിതാമഹൻ, വീരയോദ്ധാവായ ഭീഷ്മ പിതാമഹന്റെ കഥ. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇതുപോലത്തെ കഥകളുമായി നാളെ വൈകുന്നേരം 7 മുതൽ 8 വരെ ലൈവിൽ കാണാം. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് നിങ്ങളുടെ വാസുകി. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.